ഹായ്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് വക്കം പലാസോ. ഇത് പുറം സൈഡ് വ്യൂ ആണ്. പുറത്ത് നോക്കുമ്പോൾ കുറച്ച് സ്ഥലമേ ഉള്ളതായിട്ട് നമുക്ക് തോന്നുള്ളൂ. അകത്ത് ഇനി നമ്മൾ അകത്തെ വ്യൂ കാണിക്കുന്നുണ്ട്. ഇന്ന് പായസം വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അകത്ത് ഒരുപാട് സ്ഥലമുണ്ട്. ഇത് ബാക്ക് സൈഡിലെ സ്റ്റെയർ ആണ്. അതുവഴി നമ്മൾ ഇറങ്ങി താഴേക്ക് പോയി കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു വലിയ സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂൾ നല്ല അത്യാവശ്യം വലിപ്പമൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ആ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ തന്നെ റെസ്റ്റ് ചെയ്യാനുള്ള സീറ്റുകളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒത്തിരി സ്പേസൊക്കെ ഉണ്ട്. നല്ല നമുക്ക് ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല സ്വിമ്മിംഗ് പൂളാണ് എൻ്റെ സൂപ്പർ ഹൈലൈറ്റ്. നല്ല നല്ല അവിടെ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. വൈകുന്നേരങ്ങളിലായിരിക്കും നല്ലത്. കാര്യം ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ട്, ഒത്തിരി നല്ല വെയിലുണ്ട്. അപ്പോൾ വൈകുന്നേരം പോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ച് ബെറ്റർ ആയിരിക്കുക. അപ്പോൾ ഇന്ന് പായസം വാങ്ങിക്കാൻ പോയി. പായസം 1 ലിറ്റർ 3 പായസമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന്. സേമിയ, കടലപ്പായസം, പിന്നെ അടപ്പായസം. ലിറ്ററിന് 300 രൂപ. പകുതി അങ്ങനെ ഹാഫ് ലിറ്ററായിട്ടൊന്നും കൊടുക്കത്തില്ല, 1 ലിറ്റർ തന്നെ കൊടുക്കത്തുള്ളൂ. 1 ലിറ്ററിന് 300 രൂപ. അപ്പോൾ ഇത് പുറകെ സൈഡിൽ സ്വിമ്മിംഗ് പൂള് നിങ്ങൾ കണ്ടല്ലോ. നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്വിമ്മിംഗ് പൂള്, നല്ല നല്ല വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ ഇത് സ്വിമ്മിംഗ് പൂള് തന്നെയാണ്. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ബാക്ക് സൈഡിലോട്ട് കുറച്ചുകൂടി ബാക്കിലോട്ട് നടക്കുമ്പോഴുള്ള വ്യൂ ആണ്. കുറച്ചുകൂടി ഇങ്ങനെ വിശാലമായ സ്ഥലമുണ്ട്, ഒത്തിരി സ്പേസ് കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനായി ഒത്തിരിയൊന്നുമില്ല എങ്കിലും അത്യാവശ്യം കളിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് സ്ഥലമുണ്ട്. ഊഞ്ഞാലും 1-2 സ്ലൈഡിങ് ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾക്കായിട്ട്. ഒരുപാടില്ല എന്നാലും ഉണ്ട്. വൈകുന്നേരങ്ങളിൽ പോകുന്നതാണ് ഞാൻ പറയുക ബെറ്ററായിട്ടുള്ള. നല്ല വെയിലുണ്ട്, കണ്ടോ കുട്ടികൾ കളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കാനായിട്ട്, കുറച്ച് കഴിക്കാനും റെസ്റ്റ് എടുക്കാനുമായിട്ട് കുറച്ച് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഊഞ്ഞാലുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനും കഴിക്കാനും ഒക്കെയുള്ള സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അത് കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇതാണ് റെസ്റ്റ് ചെയ്യാനും കഴിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. അത്യാവശ്യം ബാക്കിലോട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ, ഒത്തിരി സ്പേസ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് നമ്മൾ എൻ്റെ കയാക്കിങ്ങിന് പോകാനായിട്ടുള്ള സെറ്റപ്പുകളെല്ലാം ഉണ്ട്. കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഹൗസ് ബോട്ട് പോലെ സംഭവമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വരിക, ടൈം സ്പെൻഡ് ചെയ്യുക. കയാക്കിങ്ങിനൊക്കെ ഉള്ള സംഭവങ്ങളാണ് കാണുന്നതെല്ലാം. അങ്ങനെ നടന്ന് പോകുമ്പോൾ ഒത്തിരി ബാക്കിലോട്ട് ഒത്തിരി സ്ഥലമുണ്ട്. കണ്ടോ, നല്ല ഓപ്പൺ സ്പേസ്. ആ എൻഡ് കണ്ടോ, എൻഡിൽ ഹൗസ് ബോട്ട് പോലൊരു ചെറിയ സെറ്റപ്പാണ്. അവിടെ നിന്ന് ആളുകൾ, അതിനകത്ത് ആളൊക്കെ ഉണ്ട് നിറച്ച്. ചെറിയ സെറ്റപ്പാണ്. എന്തായാലും മൊത്തത്തിൽ നല്ല അടിപൊളി സൂപ്പർ വൈബാണ്. എല്ലാവരും ഉണ്ടെങ്കിലും വിസിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അകത്ത് നല്ല സൂപ്പർ സെറ്റിങ്സാണ് അകത്തും. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഒട്ടും സ്പേസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇതിനകത്തേക്ക് റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് നല്ല സ്പേസ് ഉണ്ട്. ഇതെല്ലാം പുറകു സൈഡിലുള്ളതാണ്. ആ പാർക്ക് ഏരിയയൊക്കെ വരുന്ന പുറകു സൈഡിലുള്ളതാണ്. അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.